ഭർത്താക്കന്മാർ എന്ത് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഞാനൊരു പുതിയൊരു ഡ്രസ്സ് വാങ്ങട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടാവോ, ആ ഒരു മറുപടി കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു പെയിന് വരാറുണ്ടോ? ഞാൻ എന്താ ഇവിടെ സെക്കൻഡറി ആണോ? എൻ്റെ വാക്കിന് എന്താ ഒരു വിലയില്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആസ് എ വൈഫ് എന്നുള്ള നിലക്ക് അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. ഹസ്ബൻഡിന്റെ ഈ ഒരൊറ്റൊരു ക്വസ്റ്റ്യൻ കൊണ്ടായിരിക്കാം ചിലപ്പം വൈഫുമാർക്ക് ഭർത്താക്കന്മാരുടെ അമ്മമാരോട് ദേഷ്യവും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിപ്പോകുന്നത്. അമ്മയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അമ്മയെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആയിരിക്കും ഭർത്താക്കന്മാർ പലപ്പോഴും അങ്ങനെ പറയുന്നുണ്ടാവുക. എന്നാൽ പോലും ആ ഒരു സമയത്ത് തൻ്റെ ഭാര്യയുടെ ഇമോഷണൽ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് അവിടെ ഇൻസെക്യൂർ ആണ് ഫീൽ ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു വിലയും ഇല്ല, ഈ വീട്ടിൽ ഞാൻ ആരുമല്ല, എൻ്റെ വാക്കുകൾക്ക് ഒരു വാല്യൂം ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആ സമയത്ത് ഇവർക്ക് ഇമോഷണലി അവർ ബ്രേക്ക് ആവുന്നു. ഈ ചെയ്ത ആൾക്കാരോട് ഇവർക്ക് ദേഷ്യം തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അവർ ഉണ്ടാവുന്നുണ്ടാവുക. അമ്മയും ഭാര്യയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവിടെ അമ്മയും ഈ ഭാര്യയും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ആസ് എ വൈഫ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ടത് പ്രയോറിറ്റിയാണ്, വാല്യൂസ് ആണ്. അമ്മയ്ക്ക് വേണ്ടത് സേഫ് ഫീലും ആണ്. അപ്പം ആ ഒരു സേഫ് ഫീൽ അമ്മയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യയ്ക്ക് സ്നേഹത്തിൻ്റെ കൂടെ തന്നെ ആ ഒരു പ്രയോറിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് അവിടെ ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ്. മാരേജിൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു ഡിസ്റെസ്പെക്റ്റ് അല്ല, അവിടെ ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത്. അമ്മയെ അവിടെ ഇഗ്നോർ ചെയ്യേണ്ടതില്ല. അമ്മയുടെ കൂടെ തന്നെ വൈഫിനെയും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഫില്ല് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ്ങിലേക്ക് എത്തും.